ഹായ്, എല്ലാവർക്കും ജോക്കിച്ചൻ ഡയറീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പപ്സിൻ്റെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള പപ്സ് പോലുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് ആദ്യം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിൽ മാത്രം വേണമെങ്കിലും തയ്യാറാക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുത്തേക്കുന്ന എണ്ണ കോക്കനട്ട് ഓയിലൊന്നും അല്ല കേട്ടോ, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും വേണം എടുക്കാനായിട്ട്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിനു മുന്നേ ഞാനൊരു പപ്സിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എഗ് പപ്സിൻ്റെ. അപ്പോൾ ആ ഒരു പപ്സ് ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലും കൂടെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതിന് ശേഷമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം പെരുംജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സവോളയാണ് ചേർക്കുന്നത്. അത് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. സവോള നന്നായിട്ട് കളർ മാറുമൊന്നും വേണ്ട, ഒന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ വന്നാൽ മതി. അപ്പോൾ പെട്ടെന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഞാൻ ചേർക്കുന്നത് ക്യാരറ്റാണ്. ഒരു മീഡിയം സൈസിലെ 2 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് ചേർത്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് മൂടി വെച്ച് വേവിക്കാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റ് കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേനും നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം മുളക് പൊടി അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കണം. പിന്നെ ഒരു 1/8 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പൊടികളിലെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തേക്കുക. അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം ഇവിടെ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു മീഡിയം സൈസിൽ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളി ഒന്ന് നന്നായിട്ട് വെന്തുടയണം. അപ്പോൾ ഈ സമയത്ത് ഞാനിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിളക്കി കൊടുക്കുക. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, അധികം സമയമൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ പുഴുങ്ങി ഒന്ന് ഉടച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സവോള ചേർത്തപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ അവരുടെ കയ്യിലുള്ളതിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഇപ്പോൾ ഗ്രീൻ പീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്താൽ കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്യുക. പിന്നെ ഞാനിതിലേക്ക് മുട്ട പുഴുങ്ങിയതാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2 മുട്ട പുഴുങ്ങി അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മുട്ട താല്പര്യമില്ലെങ്കിൽ ചേർക്കാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇനി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 8 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോളപ്പൊടി എന്ന് പറഞ്ഞാൽ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചോളപ്പൊടി ഇല്ലെങ്കിൽ പകരം അരിപ്പൊടി എടുത്താലും മതിയാകും, പക്ഷേ ചോളപ്പൊടി എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ അതിലേക്ക് ഒരു 10 ടേബിൾ സ്പൂണോളം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും വെജിറ്റബിൾസ് ഓയിൽ എടുക്കുന്നതാണ് കൂടുതലായിട്ട് നന്നാവുക. അത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ തയ്യാറാണ്. ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ബോൾസ് ആക്കി എടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമായിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റിയാണ്, അത്ര ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് റോളാക്കിയതിന് ശേഷം ഈക്വൽ പാർട്സ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ബോൾസ് ആക്കി എടുക്കണം.
ഇതെല്ലാം ഇവിടെ ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പൊടിയിൽ മുക്കിയിട്ട് അത് ഗോതമ്പ് പൊടിയോ മൈദയോ എന്ത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയിൽ മുക്കിയിട്ടാണ് ഇതൊന്ന് പരത്തിയെടുക്കുന്നത്. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ അത്രയും കനത്തിൽ പരത്തിയാൽ മതി. ഒത്തിരി കട്ടിയും കുറയ്ക്കാനും പാടില്ല, ഒത്തിരി തിന്നാക്കുകയും വേണ്ട. ആ ഒരു രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 5 എണ്ണം പരത്തിയെടുക്കുന്നുണ്ട്. ഈ ഒരു കനത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് തേച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ ബ്രഷ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ സ്പൂൺ ഉപയോഗിച്ചിട്ടോ എന്ത് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് പൊടി ഒന്ന് വിതറുകയാണ്. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ചപ്പാത്തി പോലെ പരത്തിയിട്ടുള്ളത് അതൊന്ന് വെച്ച് കൊടുക്കുക. ഈ സെയിം പ്രൊസീജിയർ തന്നെ വീണ്ടും ചെയ്യുക. വീണ്ടും ഈ മിക്സ് തേച്ച് കൊടുക്കുക, പൊടി ഇടുക. പിന്നെ അടുത്ത ചപ്പാത്തി പോലെ പരത്തിയത് വീണ്ടും ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ ഞാനിവിടെ ഒരു 5 എണ്ണമാണ് ഇതുപോലെ ലെയറിലായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നന്നായിട്ട് ചുരുട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതും ഈക്വൽ പാർട്സ് വരുന്ന രീതിയിൽ ഒന്ന് മുറിച്ച് എടുക്കുക. ഇപ്പം തന്നെ നോക്കിയാൽ മനസ്സിലാകും എല്ലാം നല്ല ലെയറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് പരത്തി വറുത്തെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നല്ല ലെയറായിട്ട് വളരെ തിന്നായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതൊന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതും നന്നായിട്ട് പൊടിയിലൊക്കെ മുക്കിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഇത് പരത്തുന്നതിന് ഒത്തിരി കട്ടി കുറയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു കട്ടി വരുന്ന രീതിയിലാണ് നമ്മളിതൊന്ന് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ വലിപ്പം നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം കേട്ടോ. പിന്നെ ഞാനിതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരു ചതുരത്തിൻ്റെ ആകൃതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒത്തിരി ഫില്ലിങ് വെച്ച് കൊടുത്താൽ നമുക്ക് മടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. കുറച്ച് ഫില്ലിങ് മാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇതൊന്ന് മടക്കിയെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് റെക്റ്റാങ്കിളോ ട്രയാങ്കിളോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഒന്ന് മടക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ സൈഡൊന്നും ഫില്ലിങ് പോകാതിരിക്കാനായിട്ട് ഞാൻ ഈ ഫോർക്ക് കൊണ്ട് നന്നായിട്ടൊന്ന് അമുക്കി കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മൈദമാവ് വെള്ളത്തിൽ കലക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. അതും നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇത് തയ്യാറായിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാതും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ റൗണ്ടായിട്ട് വേണമെങ്കിൽ ഒന്ന് മടക്കിയെടുത്താൽ മതി. അങ്ങനെ ആകുമ്പോഴത്തേനും നമുക്ക് ഈ സൈഡൊന്നും മുറിച്ചിട്ടുള്ള ഭാഗമൊന്നും വേസ്റ്റായി പോകത്തില്ല. അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് റൗണ്ടാക്കി ഒന്ന് മടക്കിയെടുത്താൽ അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചെണ്ണവേ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ചെയ്തുള്ളൂ. ബാക്കി എല്ലാതും റൗണ്ടാക്കി തന്നെ മടക്കിയെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കി കുറച്ചുകൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലോട്ടിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മളിത് ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം ഇതൊന്ന് വറുത്ത് കോരാനായിട്ട്. ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ടതിന് ശേഷം അത്യാവശ്യം നന്നായിട്ട് മൊരിയുമ്പോൾ നമ്മൾ ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റുക. അപ്പോൾ ചൂടോടെ കഴിക്കാനായിട്ട് ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പപ്സിൻ്റെ അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇത് ഉണ്ടാവുക. ഞാനിതിൻ്റെ ഒന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ പൊളിച്ചെടുക്കുമ്പോഴത്തേനും നല്ല ക്രിസ്പി ആയിട്ടുള്ള ആ സൗണ്ടും കൂടെ കേൾക്കാവുന്നതാണ്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ വേണം. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.